ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പമാണ്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പച്ചരി, ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4-5 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അരി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈസ്റ്റും ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. മറ്റേ തരം ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കി വെച്ചിട്ടൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഇനി ഇതെല്ലാം കൂടി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഇതിലേക്ക് അരയുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലേക്ക് വെക്കണം, ഇല്ലെങ്കിൽ ഇത് പൊങ്ങി പുറത്തേക്ക് ചാടി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിൽ വേണം മാവ് ആക്കി വെക്കാൻ. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണിത് ഒഴിച്ചു വെക്കുന്നത്. മാവ് ഇതുപോലെ ഒരു അല്പം വലിപ്പമുള്ള പാത്രത്തിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഇത് പൊങ്ങി പുറത്തേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതൊരു 4-5 മണിക്കൂർ നമുക്ക് മൂടി വയ്ക്കാം. ഈ മാവ് പൊങ്ങുന്നതിന് എങ്ങനെ ഒരു 5 മണിക്കൂർ സമയമെടുക്കും. അപ്പം അന്തരീക്ഷത്തിൻ്റെ താപനില അനുസരിച്ചിരിക്കും. തണുത്ത അന്തരീക്ഷമാണെങ്കിൽ പൊങ്ങാൻ കുറച്ച് താമസിക്കും. ഇല്ല എങ്കിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വരും. മാവ് പൊങ്ങുന്നതിനായിട്ട് നമുക്ക് മാവ് അടച്ച് വയ്ക്കാം. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും വരെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തവി ഇട്ടപ്പോൾ താന്നു പോയതാണ്. ഇനി നമുക്കിതിലേക്ക് ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ മാവ് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ വീണ്ടും അനക്കാതെ വയ്ക്കാം. നമ്മൾ ഉപ്പിട്ട് ഇളക്കിയ ശേഷം മാവ് വീണ്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് അധികം ഇളക്കണ്ട, നമുക്ക് ചുട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് മാവ് ഓരോ തവി എടുത്ത് ചുടുകയാണ് ചെയ്യുന്നത്. മാവ് ഈ ഒരു ലൂസിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം. ഞാൻ ഇതുപോലെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആയതുകൊണ്ട് ഇതിൽ എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. തീരെ ലോ ആക്കണ്ട, അതിൻ്റെ മീഡിയത്തിൻ്റെ ലോയുടെ ഇടയിലായിട്ട് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് എടുത്ത് ഒഴിക്കുന്ന സമയത്ത് മാവ് വീണ്ടും ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്ന് പൊങ്ങിയിരിക്കുന്ന മാവിൽ നിന്ന് ഒരു തവി എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മാവ് ഒഴിച്ച ശേഷം നമുക്ക് ഈ ചട്ടി ഒന്നെടുത്ത് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ അപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ അപ്പം നമുക്ക് എടുത്തു മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് അല്ലാതെ ചോറല്ലാതെ കപ്പി കാച്ചിയിട്ടും ഇത് ഉണ്ടാക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട്
ഉണ്ടാക്കാൻ പറ്റും. ഒട്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മാവ് പൊങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഉപ്പിട്ട് ഇളക്കിയ ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ അനക്കാതെ വെക്കണം. അപ്പോൾ വീണ്ടും അത് പൊങ്ങി വരും. പൊങ്ങി വന്ന ശേഷം പിന്നെ നമ്മൾ മാവ് ഇളക്കാൻ പാടില്ല. പിന്നെ ആ പൊങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് മാവെടുത്ത് ഒഴിച്ച് ഇങ്ങനെ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. ഇനി നമുക്ക് തേങ്ങയുടെ അളവൊക്കെ വേണമെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങയാണ് ഉപയോഗിച്ചത്. തേങ്ങ കുറച്ചുകൂടെ കൂടുതലിട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഇതിൽ ഒത്തിരി അധികം ആവണ്ട. എങ്കിലും ഇപ്പോൾ 2 കപ്പിന് ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇട്ടത്. അത് 1.5 കപ്പ് ഇട്ടാലും അപ്പത്തിന് നല്ല ടേസ്റ്റും മയവും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്